السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا മുഹമ്മദ്. മഹത്തായ റമദാൻ ഷരീഫിലെ പാപമോചനത്തിൻ്റെ പത്തിലാണ് നാം ഉള്ളത്. അനേകായിരം ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ റമദാൻ ഷരീഫിൻ്റെ ഓരോ രാപ്പകലുകളിലും അവർ ചെയ്തുപോയ പാപങ്ങളെല്ലാം റബ്ബിൻ്റെ മുമ്പിൽ ഏറ്റുപറയുക വഴി എല്ലാം അല്ലാഹു അവർക്ക് മാപ്പ് ചെയ്ത് നരകത്തിൽ കടക്കാൻ മാത്രം തെറ്റുകൾ അവർ ചെയ്തു പോയെങ്കിലും അല്ലാഹു അവൻ്റെ ഔദാര്യം കൊണ്ട് ദോഷങ്ങളൊക്കെ പുറത്തു കൊടുത്ത് അവരൊക്കെ സ്വർഗത്തിൻ്റെ അവകാശികളാക്കി തീർക്കുന്ന ഏറ്റവും അതിമഹത്തായ വിശുദ്ധമാക്കപ്പെട്ട റമദാൻ ഷരീഫിലെ രാപ്പകലുകൾ അല്ലാഹുവിനോട് നാം ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് റബ്ബിൻ്റെ മുമ്പിൽ മനസ്സറിഞ്ഞ് തൗബ ചെയ്യാൻ ഒരു വിശ്വാസിക്ക് സാധ്യമായാൽ അവനാണ് യഥാർത്ഥത്തിൽ മഹത്തായ റമദാൻ ഷരീഫ് കൊണ്ട് വിജയിച്ചവൻ. അല്ലാഹു നൽകിയ ഏറ്റവും വലിയ അവസരങ്ങൾ അത് ഉപയോഗപ്പെടുത്താൻ കഴിയാതെ ചെയ്തുപോയ തെറ്റുകൾ റബ്ബിൻ്റെ മുമ്പിൽ ഏറ്റുപറഞ്ഞുകൊണ്ട് അതിൽ നിന്നെല്ലാം പിന്മാറി റബ്ബിലേക്ക് തൗബ ചെയ്ത് മടങ്ങാൻ സാധിക്കാതെ വിശുദ്ധ ഖുർആൻ ഓതാനും അതുപോലെ തന്നെ മനസ്സ് ശുദ്ധീകരിക്കാനും 5 നേര നിസ്കാരം കൃത്യമായി പള്ളിയിൽ വന്ന് ജമാഅത്തായി നിസ്കരിക്കാനും ഖവാത്തിബ് സുന്നത്തുകളും മറ്റ് സുന്നത്ത് നിസ്കാരങ്ങൾ നിർവഹിക്കാനും അല്ലാഹുവിലേക്ക് മനമൊരുകി ദുആ ചെയ്യാനുമുള്ള അവസരങ്ങളൊന്നും സൃഷ്ടിക്കപ്പെടാതെ താന്തോന്നിയായി തോന്നിയതുപോലെ ജീവിക്കുന്ന വ്യക്തി അവൻ എത്രമാത്രം പരാജയപ്പെട്ടവനാണ്. അല്ലാഹു ഏറ്റവും വലിയ അവസരങ്ങൾ നൽകിയിട്ട് അത് ഉപയോഗിക്കാൻ സാധിക്കാതെ പോവുക എന്നുള്ളത് എത്രമാത്രം ഹതഭാഗ്യമാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അല്ലാഹു നൽകിയ ഈ മഹത്തായ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അതുപയോഗിക്കാതെ വിശുദ്ധമാക്കപ്പെട്ട റമദാൻ ഷരീഫ് കടന്നു വന്നിട്ടും ദോഷങ്ങളൊന്നും പൊറുപ്പിക്കാത്ത രൂപത്തിൽ മഹത്തായ മാസം ഒരാളിൽ നിന്ന് കടന്നുപോയാൽ അവനാണ് ഏറ്റവും വലിയ പരാജിതനെന്ന് ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. മഹാനായ ഇമാം തുർമുദി റളിയല്ലാഹു തആല അൻഹു ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ തൊട്ടുദ്ധരിക്കുന്ന ഹദീസിൽ മുത്തായ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, റഹിമ അൻഫു റജുലിൻ ദഖല അലൈഹി റമളാനു സുമ്മൻ സലഖ ഖബല അൻ യഗ്ഫറ ലഹു. ഒരാൾക്ക് വിശുദ്ധമാക്കപ്പെട്ട റമളാൻ ഷരീഫ് കടന്നു വന്നു. ആ മഹത്തായ മാസത്തിൽ അവൻ അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് ഇസ്തിഗ്ഫാർ കൊണ്ട് പാപമോചനം തേടാതെ ദോഷങ്ങൾ പൊറുപ്പിക്കാത്ത രൂപത്തിൽ മഹത്തായ മാസം അവനിൽ നിന്നും വിട പറഞ്ഞു പോയാൽ അവനാണ് ഏറ്റവും വലിയ പരാജിതൻ, അവനാണ് ഏറ്റവും കൂടുതൽ ഭാഗ്യം കെട്ടവനെന്ന് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പ്രത്യേകം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഒരിക്കലും നാം അത്തരം ആളുകൾ പെട്ടുപോകാൻ പാടില്ല. നമുക്ക് എത്ര ആയുസ് ബാക്കിയുണ്ടെന്ന് അറിയില്ല. കഴിഞ്ഞുപോയ കാലത്തെ തെറ്റുകൾ ഓർക്കുമ്പോൾ എന്തുമാത്രം ഒരു തെറ്റുകുറ്റങ്ങൾ നാം ചെയ്തു വച്ചിട്ടുള്ളത്. ഇതെല്ലാം റബ്ബിൻ്റെ മുമ്പിൽ കരഞ്ഞു പറഞ്ഞ് പൊരുത്തപ്പെടിക്കാതെ നാം അങ്ങാൻ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയി കഴിഞ്ഞാൽ റബ്ബിൻ്റെ മുമ്പിൽ വിചാരണക്ക് കൊണ്ടുവരപ്പെടുമ്പോൾ അവിടെ നാം പരാജയപ്പെട്ടു പോയാൽ എന്തുമാത്രം നഷ്ടമായിരിക്കും നമുക്ക് സംഭവിക്കുക. അതുകൊണ്ട് തന്നെ നല്ല ചിന്തയോടുകൂടെ എനിക്കൊന്ന് നന്നാവണം, ഇനിയുള്ള ആയുസെങ്കിലും റബ്ബിൻ്റെ പൊരുത്തത്തിലായി ജീവിക്കാൻ കഴിയണം, കഴിഞ്ഞുപോയ പാപങ്ങളെല്ലാം എനിക്ക് അല്ലാഹു പുറത്തു തരണമെന്ന ചിന്തയോടുകൂടെ നന്നാവാനുള്ള ശ്രമങ്ങൾ മഹത്തായ റമദാൻ ഷരീഫിൻ്റെ രാപ്പകലുകളിൽ നാം നടത്തണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.